لله رب العالمين. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, സൗദി ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ഈ ഹാളിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, കാരുണ്യവാനായ കരുണാമയനായിട്ടുള്ള അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും കൃപയും കാരുണ്യവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. ഇസ്ലാം കുടുംബത്തിന്, കുടുംബ വ്യവസ്ഥക്ക് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒരു വ്യക്തി കല്യാണം കഴിക്കുന്നു, അങ്ങനെ ഇണയും തുണയുമായി കുഞ്ഞുങ്ങൾ, മാതാപിതാക്കൾ, ജ്യേഷ്ഠാനുജന്മാർ, സഹോദരീ സഹോദരങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബമായിട്ട് കഴിയുക എന്നുള്ളത്, ആ കുടുംബം ദീനീപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലൂടെ ജീവിക്കുക എന്നുള്ളത് ഇസ്ലാം വളരെ പ്രാധാന്യപൂർവ്വം കാണുകയാണ്. പരിശുദ്ധ ഖുർആനിൽ 25-ാം അധ്യായം സൂറത്തുൽ ഫുർഖാൻ അതിന്റെ 54-ാമത്തെ സൂക്തത്തിൽ അല്ലാഹു തആല അള്ളാഹുവിന്റെ ഒരു കുദറത്തായിക്കൊണ്ട് പറയുന്ന ഒരു കാര്യം, മനുഷ്യന് രക്തബന്ധം ഉണ്ടാക്കി കൊടുത്തു. മനുഷ്യർക്ക് കുടുംബബന്ധവും അതുപോലെ തന്നെ വിവാഹബന്ധവും, രക്തബന്ധവും വിവാഹബന്ധവും ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളതാണ് അവിടെ പരാമർശിക്കുന്നത്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറ, അല്ലാഹുവാണ് വെള്ളത്തിൽ നിന്ന് മനുഷ്യനെ സൃഷ്ടിച്ചവൻ. ഫജഅലഹു നസബ, അങ്ങനെ ആ മനുഷ്യനെ അല്ലാഹു തആല രക്തബന്ധമുള്ളവനാക്കി. വസിഹ്റ, വിവാഹബന്ധവും അവന് നൽകി എന്നുള്ളതാണ്. എന്നിട്ട് പറയുന്നു വകാന റബ്ബുക ഖദീറ, നിന്റെ റബ്ബ് കഴിവുള്ളവനാണ്, കുദറത്തുള്ളവനാണ്. ഈ സൂക്തത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്, നമുക്കിടയിലുള്ള ഒരു വ്യക്തി, അവന്റെ ഉമ്മ, അവന്റെ ഉപ്പ, അങ്ങനെയുള്ള ആ ഒരു രക്തബന്ധമുണ്ടല്ലോ, അതുപോലെ ഒരാൾ കല്യാണം കഴിക്കുന്നു, ആ വിവാഹത്തിലൂടെയുള്ള ബന്ധം, ഇതൊക്കെ അള്ളാഹുവിന്റെ ഖുദ്റത്തുമായി, അള്ളാഹുവിന്റെ ശക്തിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ഇസ്ലാം എത്രമാത്രമാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു വീട്ടില് മാതാപിതാക്കളുണ്ട്, അതുപോലെ ഇണയും തുണയുമുണ്ട്, മക്കളുണ്ട്, സഹോദരീ സഹോദരങ്ങളുണ്ട്. ഇവരെല്ലാം സന്തോഷത്തോടുകൂടെ കഴിയുന്ന ഒരു കുടുംബമാണ് എങ്കിൽ ഒരു പെരുന്നാൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സന്തോഷത്തിന്റെ വേള, ആ സന്ദർഭത്തില് വീട്ടിലുള്ള നമ്മുടെ അംഗങ്ങളെല്ലാം ഒരുമിച്ച് കൂടി, പല ഭാഗത്ത് താമസിക്കുന്ന ആളുകളായിരിക്കാം, പക്ഷേ ആ ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടി സന്തോഷം പങ്കിട്ട് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച്, അങ്ങനെ ആ ഒരു അവർക്കിടയിൽ ഉണ്ടാകുന്ന ഒരു സ്നേഹത്തിന്റെ, ഒരു ബന്ധത്തിന്റെ ആഴം, വിലമതിക്കാനാവാത്ത ആ ഒരു സുദൃഢമായിട്ടുള്ള ബന്ധം, അത് വലിയ നന്മയാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത്. എന്ന് മാത്രമല്ല, അങ്ങനെയുള്ള സന്ദർഭത്തിൽ നിന്ന് ഇപ്പോ ആ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഈ കുടുംബാംഗങ്ങള് അവരുടേതായിട്ടുള്ള വീടുകളിലേക്കോ പ്രദേശങ്ങളിലേക്കൊക്കെ പോകുമ്പോ അവര് യാത്രയപ്പം ഉണ്ടാകുന്ന, മനസ്സിലുണ്ടാകുന്ന ഒരു നൊമ്പരങ്ങള്, ഒരു അവര് പിരിഞ്ഞു പോകുമ്പോ, അവരുടെ യാത്ര പോകുമ്പോ അവരുടെ മനസ്സുകളിൽ ഉണ്ടാകുന്ന ഒരു വേദന,
ഇതൊക്കെ എന്തുകൊണ്ടാ? ആ കുടുംബ ബന്ധത്തോടുള്ള സ്നേഹവും അതിന് നൽകുന്ന പ്രാധാന്യവും കൊണ്ടാണ്. പക്ഷേ എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് വർത്തമാന കാലഘട്ടത്തിലുള്ള നമ്മുടെ കുടുംബങ്ങളിൽ ആളുകൾക്ക് വലിയ തോതിലുള്ള ഭയമാണ്, പിരിമുറുക്കങ്ങളാണ്. എന്താണ് ഭയം എന്ന് ചോദിച്ചാൽ, ഇന്ന് കുടുംബത്തിലെ അംഗങ്ങളെ കൊണ്ട്, പ്രത്യേകിച്ച് മക്കളെ കൊണ്ട് അവർക്ക് എന്താണ് ആയിത്തീരുക, എന്താണ് സംഭവിക്കുക എന്നതൊക്കെ പല ആളുകളും പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ ന്യൂ ജെൻ എന്ന് നമ്മൾ പറയാറുണ്ട്, ന്യൂ ജനറേഷൻ എന്ന് പറയാറുണ്ട്. പലതരം പ്രശ്നങ്ങളാണ് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഐപാഡുകളുടെയും സ്മാർട്ട് ഫോണുകളുടെയും ഒക്കെ നടുവിൽ ജന്മം കൊണ്ട് ഗെയിമുകളുടെയും നവീനമായിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെയും ഒക്കെ ലോകത്ത് വിരാജിച്ച് സമൂഹത്തോടൊരു ബന്ധമില്ലാതെ അങ്ങനെ കഴിയുന്ന ഒരു ജനറേഷൻ ആൽഫ ജനറേഷൻ എന്നാണ് അവർ വിളിക്കപ്പെടുന്നത്. എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലും അതുപോലെ ലോകത്തിന്റെ പല ഭാഗത്തും ലിബറലിസം, നിയോ ലിബറലിസം, അതുപോലെ തന്നെ ഡയറ്റിങ്, അങ്ങനെ ലിവിംഗ് ടുഗദർ, ലെസ്ബിയനിസം, ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരം ആശയങ്ങളെ, ഇത്തരം പ്രതിഭാസങ്ങളിലെ മുസ്ലിം കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പ് കാലത്ത് ഒരു 25-30 കൊല്ലം മുമ്പ് ജന്മം കൊണ്ട ഒരാളുടെ അദ്ദേഹത്തിന്റെ യൗവനകാലത്തുള്ള, അദ്ദേഹത്തിന്റെ ബാല്യകാലത്തുള്ള ചിന്തയും പ്രതിഭാസവും അല്ല ഇന്ന്, അല്ലെങ്കിൽ ഒരു 10 കൊല്ലം 15 കൊല്ലം മുമ്പ് ജനിച്ച കുട്ടിയുടെ ഒക്കെ ചിന്തയിലും അവന്റെ ചർച്ചാ വിഷയം മറ്റൊന്നാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോ മക്കൾ എന്താകും എന്നുള്ള ഒരു തരം ചിന്തയും ഭയവും ആളുകൾക്കിടയിലുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബത്തിൽ ഇണയും തുണയുമായി കഴിയുന്ന ആളുകൾക്ക് സമാധാനം നഷ്ടപ്പെട്ടു പോവുകയും ഈ വിവാഹ ബന്ധം തന്നെ വിച്ഛേദിക്കുന്ന എത്രയോ സംഭവങ്ങളുണ്ട്. ഈ അടുത്ത് മാനസികാരോഗ്യ വിദഗ്ധയായിട്ടുള്ള കൗൺസിലിംഗ് നടത്തുന്ന, കുടുംബങ്ങളിൽ പൊട്ടലും ചീറ്റലും ഒക്കെ സംഭവിച്ച് അവർക്ക് കൗൺസിലിംഗ് നടത്തി അവരെ ഒന്നിപ്പിക്കാനുള്ള ആ ഒരു രംഗത്ത് ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ പറയുകയുണ്ടായി, ഒരിക്കല് അവരുടെ ക്ലിനിക്കല് ഒരു വനിത വരികയുണ്ടായി, ഒരു സ്ത്രീ. അപ്പൊ അവര് വരുന്നത് 1.5 കോടി രൂപയുടെ റേഞ്ച് റോവർ വാഹനത്തിലാണ്. അവരുടെ വീടിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 8000 സ്ക്വയർ ഫീറ്റ് ആണ്, ഫുൾ AC ആണ്. അങ്ങനെയുള്ള വീട്ടിൽ നിന്ന് എന്തിനാണ് ഈ ഡോക്ടറെ, മാനസികാരോഗ്യ വിദഗ്ധയായിട്ടുള്ള കൗൺസിലിംഗ് കൊടുക്കുന്ന ആ വീട്ടിലേക്ക് എന്തിനാ, ക്ലിനിക്കിലേക്ക് എന്തിനാ വന്നിട്ടുള്ളത്? വീട്ടില് സമാധാനമില്ല, വീട്ടില് സ്വസ്ഥതയില്ല, പ്രശ്നങ്ങളാണ്, കലഹങ്ങളാണ് എന്നുള്ളതാണ്. അതാണ് ദമ്പതിമാർക്കിടയിലുള്ള ഒരു ചിത്രം. എല്ലാവരും അങ്ങനെയെന്നുള്ളതല്ല. അപ്പോ പലതരം പ്രശ്നങ്ങളുണ്ട്. പ്രിയമുള്ളവരെ, 52 വയസ്സായിട്ടുള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് ഭാര്യയുടെ മക്കളുണ്ട്, 1-2 പേരമക്കളുണ്ട്. ആ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ കെട്ടിത്തൂങ്ങി ആത്മഹത്യ ചെയ്തു. അപ്പൊ എന്താണ് പ്രശ്നം? 52 വയസ്സായിട്ടും ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നങ്ങള് അത് അണയുന്നില്ല. അങ്ങനെ പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഭർത്താവിന്റെ കൂടെ കുറെ ആളുകള്, ഭാര്യയുടെ കൂടെ വേറെ കുറെ ആളുകള്, ഇതെങ്ങനെ കുളമാക്കി ഇവരെ പിരിച്ച് ഇവർക്കിടയിലുള്ള ശത്രുത വർദ്ധിപ്പിക്കാം എന്ന് ഗവേഷണം ചെയ്യുന്ന ആളുകള് നാട്ടിലെ അല്ലെങ്കിൽ പല പ്രദേശങ്ങളിൽ കുറവല്ല. അങ്ങനെ ഈ സ്ത്രീ തന്റെ ഭർത്താവിനെതിരെ കോടതിയിൽ പോയി. അങ്ങനെ കോടതി ഒരു സമൻസ് അയച്ചു. ആ ലെറ്റർ കിട്ടിയ ഉടനെ തന്നെ ഇദ്ദേഹം ആത്മഹത്യ ചെയ്യുകയാണ് നടന്ന സംഭവം. അപ്പോ ഇങ്ങനെയുള്ള ദമ്പതിമാർക്കിടയിലുള്ള പ്രശ്നങ്ങള് ഇനി കുടുംബത്തിലെ മക്കൾ മാത്രമല്ല, ദമ്പതിമാർ മാത്രമല്ല, മുതിർന്ന ആളുകളുണ്ടല്ലോ, മാതാപിതാക്കൾ, അവരുടെയൊക്കെ അവസ്ഥ എന്താ? മാതാപിതാക്കള് അവര് അർഹിക്കുന്ന ബഹുമാനം അവർക്ക് കിട്ടുന്നുണ്ടോ? മുതിർന്ന ആളുകൾ അവർക്ക് അർഹമായിട്ടുള്ള ആദരവും സ്നേഹവും ബഹുമാനവും നിഷേധിക്കപ്പെടുകയല്ലേ?
പലപ്പോഴും ചെയ്യുന്നത്. അതുകൊണ്ടാണല്ലോ വൃദ്ധസദനത്തിലേക്ക് അങ്ങനെയുള്ള കേന്ദ്രങ്ങളിലേക്കൊക്കെ ധാരാളം ആളുകൾ നമ്മുടെ ആശയവുമായി പൊരുത്തപ്പെട്ട് പോകുന്ന ഒരു വ്യക്തി നടത്തുന്ന ഒരു കേന്ദ്രത്തിൽ 150ഓളം ആളുകളാണുള്ളത്. എങ്ങനെയാണ് 150 മുതിർന്ന ആളുകൾ അവിടെ എത്തണമെങ്കിൽ 150 കുടുംബങ്ങളിൽ നിന്ന് മുതിർന്ന ആളുകളെ, മാതാപിതാക്കളെ, പ്രായം ചെന്നവരെ അവഗണിച്ചത് കൊണ്ട്, അവരെ ആട്ടിപ്പുറത്താക്കിയത് കൊണ്ടല്ലേ അവർക്ക് അവിടെ കഴിയേണ്ടി വരുന്നത്? അപ്പോ പല രംഗങ്ങളിലും കുടുംബം എന്ന് പറയുമ്പോൾ മക്കളാവട്ടെ, ദമ്പതിമാരാകട്ടെ, മുതിർന്നവരാകട്ടെ, ഇവർക്കിടയിലൊക്കെ പലതരം പ്രശ്നങ്ങളാണ് എന്ന് നമ്മള് എല്ലായിടത്തും പ്രശ്നങ്ങളല്ല കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ അതിനൊക്കെ വലിയ സാധ്യതയാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനൊക്കെ പരിഹാരം തേടണം. എന്താണ് പരിഹാരം? കുടുംബങ്ങൾക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നുള്ള പരിഹാരം എന്ത്? പരിഹാരം മറ്റൊന്നുമല്ല പ്രിയമുള്ളവരെ, പരിഹാരം നമ്മുടെ കയ്യിലുണ്ട്, പരിഹാരം നമ്മുടെ മുമ്പിലുണ്ട്. അത് അള്ളാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ മഹത്തായ പരിശുദ്ധമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള മനോഹരമായിട്ടുള്ള കുടുംബ ജീവിതം തന്നെയാണ് പരിഹാരം എന്നുള്ളതിൽ തർക്കമില്ല. നമ്മുടെ മക്കൾ ആ പ്രവാചകൻ കാണിച്ചു തന്നിട്ടുള്ള ദീനീപരമായിട്ടുള്ള ജീവിതം, മക്കൾ മാത്രമല്ല, ഇണയും തുണയുമായി കഴിയുന്ന ഒരു കുടുംബത്തിന്റെ കുടുംബനാഥനും നാഥയുമായി കഴിയുന്ന എല്ലാവരും ആ പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളണം എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ 66-ാം അധ്യായം 6-ാം സൂക്തം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരായത്താണല്ലോ. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാമുൻ ശിദാദ് ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുമറൂൻ. ഈ വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഓരോ കുടുംബനാഥനും മനസ്സിലാക്കേണ്ടുന്ന കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും, നിങ്ങളുടെ നഫ്സുകളെ, നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ കാത്തുകൊള്ളണം. വഅഹ്ലീകും, നിങ്ങളുടെ കുടുംബങ്ങളെയും. അപ്പോ നിങ്ങളുടെ നഫ്സുകൾ മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെയും നാറൻ, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണം എന്നുള്ളതാണ്. കാരണം മനുഷ്യരെയും കല്ലുകളെയും ഒക്കെ കത്തിക്കപ്പെടുന്ന ആ നരകം എന്ന് പറയുന്നത് അലൈഹാ ദലാലുൻ ശിദാദ്, അലൈഹാ മലായികത്തുൻ ഗിലാമുൻ ശിദാദ്, അതിന്റെ മീതെ മലായികത്തുകളുണ്ട്, കഠിന മനസ്കന്മാരായിട്ടുള്ള മലായികത്തുകളുണ്ട്. അപ്പൊ പ്രിയമുള്ളവരെ, നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങളെയും നരകത്തുനിന്ന് കാത്തു രക്ഷിക്കാനുള്ള ഒരു ശ്രമവും പദ്ധതിയും എപ്പോഴും നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ മക്കൾ, അവര് ഖുർആൻ ക്ലാസുമായി ബന്ധമുണ്ടോ? മക്കൾ മാത്രമല്ല, നമ്മുടെ നമ്മുടെ മാതാപിതാക്കൾ, അവരല്ലാഹുവിന്റെ കിതാബുമായിട്ട് അവരുടെ ഒരു ടച്ച് എന്താണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. പള്ളിയുമായി അവർക്ക് ബന്ധമുണ്ടോ? ഇന്ന് നേരത്തെ വളർന്നു വരുന്ന മക്കളെ കുറിച്ച് പറയണ്ടായി, ഒരുപാട് പ്രതിഭാസങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ. ലിബറലിസം ആകട്ടെ, നിയോ ലിബറലിസം ആകട്ടെ, അതുപോലെ തന്നെ ഡേറ്റിംഗ് ആകട്ടെ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഫെമിനിസം, ഇതിന്റെയൊക്കെ പരമായിട്ട് എന്താ, ഈ വളർന്നു വരുന്ന മക്കള് മതവിശ്വാസത്തെ ചോദ്യം ചെയ്യുന്നു. ഇന്നലെ ഒരാൾ ചോദിച്ചത് എന്താ അറിയോ? അയാളുടെ പരിധിയിലുള്ള ഒരു കുട്ടി, ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്. എന്താണ് ചോദ്യം? തട്ടമിടാൻ, തലയിൽ ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിടാൻ ഏത് ആയത്തിന്റെ വെളിച്ചത്തിലാണ്, അല്ലെങ്കിൽ ഏത് ഹദീസിന്റെ വെളിച്ചത്തിലാണ് തട്ടമിടാൻ പറയുന്നത് എന്നാണ്. എന്നിട്ട് ആ മനുഷ്യന് ചോദ്യം ചോദിച്ചു. അപ്പോ നമ്മൾ അതിനുള്ള ഉത്തരം സൂറത്തുൽ അഹ്സാബിലെ ഉത്തരമുണ്ടല്ലോ. യാ അയ്യുഹൻ നബിയ്യ് ഖുൽ അസ്വാജിക വബനാതിക വനിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന എന്നുള്ള ആയത്തൊക്കെ ഉദ്ധരിച്ച് ആ ആയത്ത് അവതരണമായപ്പോൾ പ്രവാചകന്റെ കാലഘട്ടത്തിലുള്ള സഹോദരിമാർ, അവർക്ക് ധാരാളം വസ്ത്രങ്ങളില്ല, അവര് വസ്ത്രങ്ങൾ ഉള്ളവർ ആ വസ്ത്രമൊക്കെ കീറി അതൊരു ശിരോവസ്ത്രമായി ധരിച്ച സംഭവങ്ങള് സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊടുത്ത്
അപ്പോ എന്തുകൊണ്ടാണ് ആ കുട്ടി അങ്ങനെ ചോദിച്ചതെന്നറിയോ? നമ്മുടെ നാട്ടിൽ മതനിരാസ പ്രസ്ഥാനങ്ങളുടെ, അതുപോലെ ഫെമിനിസ്റ്റ് ചിന്താഗതിക്കാരുടെ, നേരത്തെ പറഞ്ഞ ഒരുപാട് പുതിയ പ്രതിഭാസങ്ങളുടെ ആളുകൾ വല്ലാതെ നമ്മുടെ കുട്ടികളുടെ മനസ്സുകളെ, അവരുടെ ചിന്തകളെ ഗ്രസിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. വല്ലാത്ത ക്യാൻവാസിങ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണം എന്നുള്ളതാണ്. മഹാനായിട്ടുള്ള ഇമാം ഇബ്നു കസീർ റഹ്മഹുല്ലാ ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്താണത്? എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യണം, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ആദ്യം തന്നെ മക്കളോടുള്ള ഉപദേശമല്ല, ഭാര്യയോടുള്ള ഉപദേശമല്ല, സ്വന്തം നന്നാകണം. ഇത്തഖുല്ലാ, നീ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ട് നിന്റെ കുടുംബത്തെ തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യണം. എന്നിട്ട് പറയുകയാണ്, ആ കുടുംബത്തോട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുവാൻ നീ കൽപ്പിക്കണം. അല്ലാഹുവിനോടുള്ള അനുസരണക്കേട്, അല്ലാഹുവിനോടുള്ള ധിക്കാരം അത് അവസാനിപ്പിക്കുവാൻ അവരോട് പറയണം എന്നുള്ളതാണ്. എത്ര രക്ഷിതാക്കള് മക്കളോട് നന്മ കൽപ്പിക്കാറുണ്ട്, മക്കളോട് തിന്മ വിരോധിക്കാറുണ്ട്. കുടുംബത്തിന് ദീനീ അന്തരീക്ഷം ഉണ്ടാകുവാൻ ഇങ്ങനെ കൽപ്പനയും ഉപദേശവും മാത്രമല്ല, മാതൃകാപരമായ ജീവിതം നയിക്കാറുണ്ട്. കുട്ടികളെ കുറിച്ച് പറയുമ്പോ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന ന്യൂജനി എന്ന് പറഞ്ഞല്ലോ, പച്ച കുത്തുക, ടാറ്റു എന്ന് പറഞ്ഞിട്ട് സുലഭമാണ്. ടാറ്റു അടിക്കാണ് ഇപ്പൊ പുരുഷന്മാർ മാത്രമല്ല, യുവാക്കൾ മാത്രമല്ല, പെൺകുട്ടികൾ കോളേജിൽ ക്യാമ്പസുകളിൽ പഠിക്കുന്ന 18, 20, 22 വയസ്സുള്ള പെൺകുട്ടികൾ ടാറ്റു അടിക്കുക എന്ന് പറഞ്ഞാൽ കയ്യിൽ പച്ച കുത്ത് മാത്രമല്ല, ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അന്യപുരുഷന്മാർക്ക് കാണാൻ പാടില്ലാത്ത ഔറത്തിൽപ്പെട്ട ഭാഗത്തൊക്കെ ഇത് അടിക്കുക എന്നുള്ളത് ഹറാമാണ്. ആണാവട്ടെ പെണ്ണാവട്ടെ പച്ച കുത്തുക എന്നുള്ളത് ഹറാമാണ്, ട്രെൻഡാണ്. ഓരോ സംഭവങ്ങൾ വരുമ്പോൾ നമ്മുടെ നാട്ടിൽ എന്താണ് ട്രെൻഡാണ്. ഇപ്പോ മൂക്ക് കുത്താൻ പാടുണ്ടോ? സ്ത്രീകൾ, പെൺകുട്ടികള് മൂക്ക് കുത്താൻ പാടുണ്ടോ? അപ്പൊ മൂക്ക് കുത്തുന്നതിന് നമ്മള് പിന്നെ എതിരാണ് എന്നുള്ളതല്ല. അപ്പോ അതിങ്ങനെ കുറെ സ്ത്രീകള് മൂക്ക് കുത്താൻ വേണ്ടി ജ്വല്ലറികളിൽ കയറുക, എന്നിട്ട് മൂക്ക് കുത്തുന്നത് വീഡിയോ പിടിച്ചതൊക്കെ ഇടുക, അതിങ്ങനെ പ്രചരിക്കും. മൂക്ക് കുത്തൽ മാത്രമല്ല, മൂക്ക് കുത്തു തന്നെ ഈ സൈഡിൽ മാത്രമല്ല, ഈ മൂക്കിന്റെ പാലത്തിൽ താഴേക്ക്, സുബ്ഹാനല്ലാഹ്. അത് മാത്രമല്ല, ഒരു സ്ത്രീയുടെ, ഒരു സഹോദരിയുടെ സംശയം എന്താ അറിയുന്നത്, ഈ ഡയമണ്ട് പോലെയുള്ള വസ്തു, അതിന്റെ ഒരു ചെറിയ അത് ഈ പല്ലിന് ഒരു ചെറിയ സുഷിരം ഉണ്ടാക്കി അതിനകത്ത് വെക്കുന്ന ഒരു ഏർപ്പാടുണ്ട്. അത് അനുവദനീയമാണോ എന്നുള്ളതാണ്. ഇപ്പൊ ചോദ്യങ്ങൾ ഇഷ്ടം പോലെയാണ്. അപ്പൊ നമ്മളൊക്കെ ചിന്തിക്കാത്ത പുതിയ ലോകമാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് സ്വഹീഹുൽ ബുഖാരിയിൽ 2409 വചനം എന്ന് പറയുന്നത്, കുല്ലുകും റാഇൻ വമസ്ഊലുൻ അൻ റഇയതി എന്നാണ്. ഇതാ നിങ്ങളെല്ലാവരും ഉത്തരവാദിത്തമുള്ളവരാണ്, ചോദ്യം ചെയ്യപ്പെടുന്നവരാണ്. നിങ്ങളുടെ കടമകളും കർത്തവ്യങ്ങളും നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ കുട്ടികളോട്, നിങ്ങളുടെ ഇണയോട്, നിങ്ങളുടെ മാതാപിതാക്കളോട്, നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളോടുമുള്ള കടമകളും കർത്തവ്യങ്ങളും നിങ്ങൾ നിർവഹിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളതാണ്. എന്നിട്ട് എല്ലാവരും എന്ന് പറയുമ്പോ പ്രിയമുള്ളവരെ, കുടുംബത്തിലെ സ്ത്രീ അതിന് ഒഴിവാണോ? അല്ല. പുരുഷൻ ഒഴിവാണോ? അല്ല. അല്ലാഹുവിന്റെ റസൂൽ എണ്ണിക്കൊണ്ട് പറഞ്ഞു, വറജുലു ഫീ അഹ്ലിഹി റാഇൻ വഹുവ മസ്ഊലുൻ അൻ റഇയതി. ഒരു കുടുംബത്തിലെ ആ കുടുംബത്തിന്റെ നാഥൻ, ഗൃഹനാഥൻ, അദ്ദേഹം ഭരണാധികാരിയാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ നായകൻ എന്നുള്ള നിലക്ക് അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടും. കുടുംബത്തിലെ ആളുകളുടെ അവകാശങ്ങള്, അവർക്ക് കിട്ടേണ്ടുന്ന കാര്യങ്ങൾ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ചോദ്യം ചെയ്യും എന്നുള്ള. വൽമർഅതു, ഇനി വീട്ടിലുള്ള സ്ത്രീ, അവള് വൽമർഅതു ഫീ ബൈതി സൗജിഹാ റാഇയ, ഭർത്താവിന്റെ ആ വീട്ടിലുള്ള ഭരണാധികാരി സ്ത്രീയാണെന്നാണ്. അവളെന്തിയും വഹിയ മസ്ഊലത്തുൻ അൻ റഇയതിഹാ, അവളുടെ ഉത്തരവാദിത്ത നിർവഹണത്തെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടുമെന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പഠിപ്പിക്കുന്നത്. അപ്പോ സഹോദരങ്ങളെ, നമ്മൾ എല്ലാവരും കുടുംബത്തിലെ A മുതൽ Z വരെ, അഥവാ എല്ലാ അംഗങ്ങളും, അത് ജ്യേഷ്ഠനോ അനുജനോ എന്ന് വ്യത്യാസമില്ലാതെ, സഹോദരനോ സഹോദരിയോ എന്ന് വ്യത്യാസമില്ലാതെ, മാതാവോ പിതാവോ എന്ന് വ്യത്യാസമില്ലാതെ, എല്ലാവരും ദീനീപരമായിട്ടുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് മാറേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഈ മക്കള് നല്ലവരാണെന്ന് ആഗ്രഹിക്കാത്ത രക്ഷിതാക്കൾ ഉണ്ടാവുകയില്ല. പക്ഷേ ഈ 8, 10, 15 ഒക്കെ വയസ്സുള്ള കുട്ടികളുടെ അച്ഛനമ്മമാർ, മാതാപിതാക്കൾ, അവര് തങ്ങളുടെ മക്കൾ നല്ലവരാകണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷേ സ്വന്തം മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറ്റം? ഈ കുട്ടികൾ ശ്രദ്ധിക്കുകയാണ്, എന്റെ ഉപ്പയും ഉമ്മയൊക്കെ എന്റെ മാതാപിതാക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഇപ്പോ പലരും നല്ല രൂപത്തിൽ സംസാരിക്കൂല, വേണ്ട രൂപത്തിൽ ഒരു ആദരവോ ബഹുമാനം കൊടുക്കൂല. നിങ്ങൾ ഒരു തൊപ്പിയെ കുറിച്ച് കേട്ടില്ലേ? ഒരു ചെറുക്കൻ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു വ്യക്തി. അപ്പോ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ അയാളെ കുറിച്ച് പറയുന്നത്, എത്രയോ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ വാപ്പയും പിതാവും തമ്മിലുള്ള ആശയവിനിമയം നടക്കാറില്ല എന്നുള്ളതാണ്. ഇസ്ലാമികമായിട്ട് പ്രിയമുള്ളവരെ, പരസ്പരം മിണ്ടണം, പരസ്പരം സ്നേഹത്തോടുകൂടെ വർത്തമാനം പറയണം, നല്ല നല്ല തമാശകളൊക്കെ പറയണം, ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം, ഒന്നിച്ച് നമസ്കരിക്കണം, ഒന്നിച്ച് പള്ളിയിൽ പോകണം, ഒന്നിച്ച് ഖുർആൻ ക്ലാസ്സിൽ പോകണം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഒരു നല്ല കുടുംബമായി മാറുക എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? നമ്മളിപ്പോ കുട്ടികൾക്ക് സ്മാർട്ട് ഫോൺ വാങ്ങിക്കൊടുക്കുന്നു, അല്ലെങ്കിൽ അവര് പറയുന്നതൊക്കെ വാങ്ങിക്കൊടുക്കുന്നു, അവരുടെ സന്തോഷം നമ്മുടെ സന്തോഷമായി മാറുന്നു. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഔലാദകും ബിസ്സലാ വഹും അബ്നാഉ 7 സിനീന, 7 വയസ്സാകുമ്പോൾ കുട്ടികളോട് നമസ്കരിക്കാൻ കൽപ്പിക്കണം എന്നുള്ളതാണ്. അപ്പൊ സുബഹിക്ക് എഴുന്നേൽക്കാത്തൊരു പിതാവിന് എങ്ങനെയാണ് ഈ മക്കളോട് നമസ്കരിക്കാനായിട്ട് കൽപ്പിക്കാനുള്ള അർഹത? മാതാവ് അവര് ഇങ്ങനെ എഴുന്നേൽക്കുന്നൊന്നുമില്ല, സൂര്യനെ കുറിച്ച് കുറച്ച് കഴിഞ്ഞാൽ എഴുന്നേൽക്കുന്നത്. ആ സഹോദരിക്ക് തന്റെ മക്കളോട് എങ്ങനെ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിക്കാൻ കഴിയും? അപ്പൊ പ്രിയമുള്ളവരെ, സ്വയം മാതൃകയാവണം. ഉപദേശങ്ങൾ മാത്രമല്ല, മാതൃകയാവണം എന്നുള്ളതാണ്. ഇപ്പോ മക്കളൊക്കെ A+ വാങ്ങണം, നല്ല എന്താ പറയാ, ഓരോ പരീക്ഷകളിലും ടോപ്പേഴ്സ് ആകണം എന്നുള്ളതാണ്. വലിയ വിജയമാകണം എല്ലാവരും ആഗ്രഹിക്കുന്നു. കലോത്സവങ്ങളിലൊക്കെ നമുക്കറിയാം, അടിയും പിടിയും അതിന്റെയൊക്കെ വക്കത്തെത്താറുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം മക്കളുടെ കാര്യത്തിൽ, അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിലൊക്കെ നമ്മൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം. പക്ഷേ അതോടൊപ്പം അവരുടെ ദീനീപരമായിട്ടുള്ള ഉന്നമനത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം, ശ്രമിക്കണം എന്നുള്ളതാണ് ഉണർത്തുവാനായിട്ടുള്ളത്. നമ്മുടെ മക്കൾ തട്ടം ഇടുന്ന പെൺകുട്ടികളായി മാറാൻ, നമ്മുടെ പെൺമക്കൾ ഇസ്ലാമികമായിട്ടുള്ള വേഷം ധരിക്കുവാൻ, അതുപോലെ അവര് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളൊക്കെ അവരുടെയൊക്കെ ഭാഷയ്ക്ക് വ്യത്യാസമാണെന്ന് പറയുന്നത്. അവര് മാതാപിതാക്കളെ സംബന്ധിച്ചൊക്കെ അവരുടെ പ്രയോഗങ്ങളൊക്കെ വ്യത്യസ്തമാണ്, നമ്മളൊക്കെ വിചാരിക്കുന്നതിൽ അപ്പുറമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചുരുക്കത്തിൽ പറയാനുള്ളത്, രക്ഷിതാക്കൾ എന്നുള്ള നിലയ്ക്ക് സ്വയം മാതൃകയാവണം എന്നുള്ളതാണ്. സഹോദരങ്ങളെ, മറ്റൊരു ഈ ദമ്പതിമാരെ കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുള്ളത്. അതാണല്ലോ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലെ സൂറത്തുർ റൂമിലെ 21-ാമത്തെ ആയത്തിൽ പറയുകയുണ്ടായി, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ ലിതസ്കുനു ഇലൈഹാ വജഅല ബൈനകും മവദ്ദതൻ വറഹ്മ ഇന്ന ഫീ ദാലിക ലആയാതിൻ ലിഖൗമിൻ യതഫക്കറൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുർ റൂമിലെ 6 ആയത്തുകൾ വമിൻ ആയാതിഹി എന്നിങ്ങനെ പറഞ്ഞ് തുടർച്ചയായിട്ട് കൊടുക്കുന്നുണ്ട്. അല്ലാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് നാം എന്ന് പറഞ്ഞാൽ, ഈ സംഗതികളെ കുറിച്ച് കൃത്യമായി പഠിച്ചാൽ, അല്ലാഹുവിന്റെ ഖുദ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കി, അവൻ സർവശക്തനാണ്, അവൻ ഏകനായ ആരാധ്യനാണ്, അവന് ഏകനായ ആ ആരാധനക്കർഹനാണ് എന്നൊക്കെ ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള ദൃഷ്ടാന്തങ്ങളാണ്. അങ്ങനെയുള്ള ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് എന്ത്? അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജാ,
നിങ്ങളിൽ നിന്നു തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിച്ചത്. എന്നിട്ടോ എന്തിനാണ് ഇണകളെ സൃഷ്ടിച്ചത്? ലിതസ്കുനു ഇലൈഹാ, അവരെ സമാധാനപൂർവം ഒത്തുചേരുന്നതിന് വേണ്ടി, ആഹ്ലാദപൂർവം ഒരുമിക്കുന്നതിന് വേണ്ടി, ഹൃദയങ്ങൾ കൈമാറി, മനസ്സുകൾ കൈമാറി, അങ്ങനെ പരസ്പരം സ്നേഹവും ആശ്വാസവും നൽകി, അങ്ങനെ ആ സ്നേഹത്തിന്റെ സന്തോഷത്തിന്റെ നിമിഷങ്ങള് അത് അവർക്കിടയിൽ ഉണ്ടാകണം, അവർക്ക് സമാധാനം ഉണ്ടാകണം. എന്നൊക്കെ അല്ലാഹു തആല പറഞ്ഞു. അങ്ങനെ സ്നേഹത്തോടുകൂടെ കഴിയാൻ താല്പര്യമുള്ള തയ്യാറുള്ള ദമ്പതിമാർ, അവർക്കിടയിൽ അല്ലാഹു തആല സ്നേഹവും കാരുണ്യവും, മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ ഐ മഹബ്ബതൻ എന്നാണ്, ഇഷ്ടം, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിലുള്ള ഒരു ഇഷ്ടം, അതുപോലെ വറഹ്മതൻ, കാരുണ്യം, ഇതൊക്കെ അല്ലാഹു തആല നിശ്ചയിക്കുമെന്നാണ്. അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? നാം തയ്യാറാകണം. നമ്മൾ എന്ത് ചെയ്യണം? സ്വയം അങ്ങോട്ട് നല്ല രൂപത്തിൽ നിലകൊള്ളാനായിട്ട് തയ്യാറാകണം. ഈ അടുത്ത് പിന്നെ ഒരു കൗൺസിലർ ഇങ്ങനെ ദമ്പതിമാർക്കൊക്കെ കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരാളുടെ അനുഭവം പറയുണ്ടായി. ഒരു പെൺകുട്ടി, അവള് 18 വയസ്സ് ഒക്കെ ആയി, കല്യാണം ആലോചിക്കുകയാണ് പിതാവും മാതാവും ഒക്കെ. അപ്പോ ഈ കുട്ടി പറയാണ്, ഇപ്പൊ കല്യാണം വേണ്ട, ഡിഗ്രി പൂർത്തിയാവട്ടെ. അങ്ങനെ ശരി, എന്നാൽ ഡിഗ്രി പൂർത്തിയാകാൻ ഈ ഒരു കൊല്ലണ്ട്, ഡിഗ്രി പൂർത്തിയാവട്ടെ എന്ന് പറഞ്ഞു. ഡിഗ്രി പൂർത്തിയായപ്പോൾ അവൾ പറഞ്ഞു, അല്ല PG കൂടെ പൂർത്തിയാവട്ടെ എന്നിട്ട് കല്യാണമാവാം. അപ്പോ PG പൂർത്തിയായി. അപ്പൊ അവള് പറഞ്ഞു, അല്ല ഒരു 6 മാസത്തെ ഒരു ചെറിയ കോഴ്സ് കൂടെ ഉണ്ടായി, എന്നാലാണ് ജോലിക്ക് നമുക്ക് ഒരു യോഗ്യതയാകുള്ള ജോലി കിട്ടുള്ളൂ. അപ്പൊ അതുകൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ അതുകൂടെ കഴിഞ്ഞപ്പോ അവൾ പറഞ്ഞു, അല്ല ഇനി ജോലി കിട്ടട്ടെ, എന്നിട്ട് പിന്നെ നമുക്ക് കല്യാണത്തെ കുറിച്ച് ആലോചിക്കാം, എന്നിട്ട് ആവാം കല്യാണം എന്ന് പറയാം. അപ്പൊ ഈ മാതാപിതാക്കള് ഇങ്ങനെ പെൺകുട്ടി ഇങ്ങനെ വളർന്നു വലുതാകാണല്ലോ, കല്യാണം കഴിച്ചു കൊടുക്കാതെ അവരുടെ മനസ്സ് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് കുടുംബത്തിലൊക്കെ ആലോചിച്ചിട്ട് പറഞ്ഞു, ഇത് ഇനിയും അവളുടെ ഒരു തീരുമാനത്തിന് വിട്ടുകൂടാ, നമുക്ക് പിന്നെ അന്വേഷണങ്ങൾ കൊണ്ടുവരിക, കല്യാണം നടത്തുക എന്നത്. അങ്ങനെ ഒരാളെ കണ്ടെത്തി. പിന്നെ അദ്ദേഹം ഈ പെണ്ണ് കാണാനായിട്ട് വരുന്ന ദിവസം ഈ പെൺകുട്ടി PGയും ഒക്കെ പൂർത്തിയാക്കിയിട്ടുള്ള പെൺകുട്ടി വിദേശത്ത് ജോലി തരപ്പെടുത്തി ടിക്കറ്റ് തയ്യാറാക്കി പോകുകയാണ്. അങ്ങനെ വിദേശത്ത് നിന്നാണ് ആ പെൺകുട്ടിയെ രക്ഷിതാവ് തിരികെ വിളിച്ചു കൊണ്ടുവന്ന് കൗൺസിലർ അടുത്ത് വരുന്നത്. അപ്പൊ ഈ കൗൺസിലർ ചോദിക്കാണ്, എന്താണ് വിവാഹത്തിന് എതിരാകുന്നത്? ഈ പെൺകുട്ടി പറയുകയാണ്, അവരുടെ വീട്ടുകാരോട് പറയാം, എനിക്ക് വിവാഹമൊന്നും വേണ്ട, ഞാൻ ജോലി ചെയ്തിട്ട് ശമ്പളം വാങ്ങി ആ ശമ്പളത്തിൽ നിന്ന് എന്റെ മാതാപിതാക്കൾക്ക് നൽകി ബാക്കിയുള്ളത് കൊണ്ട് ഞാൻ ജീവിച്ച് അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കാം, വിവാഹം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാം. പെൺകുട്ടി എന്ന് പറയുമ്പോ നേരത്തെ പറഞ്ഞിട്ടുള്ള തെറ്റായ ഇസങ്ങളുടെ കൂടെ പോയതല്ല. അവള് നമസ്കരിക്കും, ഖുർആൻ, പക്ഷെ വിവാഹ ജീവിതം വേണ്ട എന്നുള്ളതാണ്. അപ്പോ ഈ കൗൺസിലറിനോട് ആ യുവതി തുറന്ന് പറയാൻ, വിവാഹം വേണ്ട എന്ന് പറയാനുള്ള കാരണം എന്ന് പറയുന്നത്, ഇവര് വളർന്നു വന്ന ഒരു അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ ഇവരുടെ മാതാവും പിതാവും നിരന്തരമായിട്ട് കലഹങ്ങളാണ്, ഒട്ടേറെ അനുഭവങ്ങളാണ്. അതിൽ ഒരനുഭവം എന്ന് പറയുന്നത്, ഒരു ദിവസം ഇവരുടെ ഉമ്മ ഒരു മീൻകറി വെച്ചു എന്നുള്ളതാണ്. മീൻകറി വെച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഉപ്പ വന്നപ്പോ കറി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, എന്താ നിങ്ങളുടെ നാട്ടിൽ വെള്ളപ്പൊക്കം ഉണ്ടോ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കറിയിൽ കുറച്ച് വെള്ളം അധികമായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഈ സ്ത്രീ പറഞ്ഞു, ഉമ്മ പറഞ്ഞു, എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നേർക്ക് നേരെ പറയാ, എന്റെ വീട്ടുകാരെ പറയരുത് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ത്രീ നിലക്കാതെ ഒരുപാട് വാക്കുകൾ ഈ മനുഷ്യനെ കുറിച്ച് പറയാണ്. അദ്ദേഹം ഇങ്ങനെ പ്രക്ഷുബ്ധനായിക്കൊണ്ടിരിക്കുകയാണ്, പൊട്ടിത്തെറിക്കാൻ നിൽക്കുകയാണ്. അദ്ദേഹം കുറെ പറഞ്ഞപ്പോ ചെന്നിട്ട് ഒരു അടി കൊടുത്തു. അപ്പൊ ഈ സ്ത്രീ വിട്ടുകൊടുത്തില്ല. അടുക്കളയിലുള്ള കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിറകെടുത്തിട്ട് ഇദ്ദേഹത്തിന് നേർക്ക് ചെല്ലുകയാണ്. അപ്പോ മഴയും ഇടിയും അതുപോലെ തന്നെ ഇടിമിന്നലും ഒക്കെ നടക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംഭവങ്ങൾ കണ്ടുകൊണ്ട് വളർന്ന ഈ പെൺകുട്ടി, എനിക്ക് അങ്ങനെയുള്ള വിവാഹം ആവശ്യമില്ല എന്ന് പറയാം.
അപ്പൊ വിവാഹത്തിൽ നിന്ന് പിന്തിരിയാനുള്ള കാര്യം കുടുംബ ജീവിതത്തില് മക്കളുടെ മുമ്പില് ഈ രൂപത്തിലുള്ള വടിവിട്ട രൂപത്തിലുള്ള അടിയും പിടിയും കലഹങ്ങളും ബഹളങ്ങളും ഒക്കെ കാരണം ഇവരുടെ ചിന്തയും മനസ്സൊക്കെ മാറുകയാണ്. അങ്ങനെ ഒരു കുടുംബജീവിതം ആവശ്യമില്ല എന്നുള്ള ചിന്താഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, എന്താണ് പരിഹാരം? ഞാൻ നടയെ സൂചിപ്പിച്ചല്ലോ പ്രവാചകന്റെ മാതൃക. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ എന്തെല്ലാം സന്ദേശങ്ങളാണ് നമുക്ക് കിട്ടുക. ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിക്കുകയാണ്, പ്രവാചകൻ എങ്ങനെയായിരുന്നു വീട്ടിലെന്ന്. അപ്പോൾ സ്വഹീഹുൽ ബുഖാരിയിൽ 676-ാമത്തെ വചനത്തിൽ കാണാം, അനിൽ അസ്വദ് റളിയല്ലാഹു തആല അൻഹു ഖാല സഅൽതു ആയിഷത മാ കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ഫീ ബൈതിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിൽ എങ്ങനെയാണ് നിലകൊള്ളുക? അപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ മറുപടി നൽകാൻ, ഖാലത്ത് കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. പ്രവാചകൻ വീട്ടിൽ വന്നാൽ വീട്ടുജോലിയിൽ സഹായിക്കുമായിരുന്നു, വീട്ടുജോലി എടുക്കുമായിരുന്നു എന്നുള്ളതാണ്. എന്നിട്ട് പ്രിയമുള്ളവരെ, സിൽസിലത്തു സ്വഹീഹ എന്ന് പറയുന്ന കിതാബിലെ 670-ാമത്തെ വചനത്തിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹയോടുള്ള ചോദ്യത്തിന് ഉള്ള മറുപടിയാണ് കാണുന്നത്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഅമലു ഫീ ബൈതിഹി. പ്രവാചകൻ വീട്ടിൽ ജോലി എടുക്കും എന്ന് മാത്രമല്ല, അദ്ദേഹം കാന ബശറൻ മിനൽ ബശർ. അദ്ദേഹം ഒരു വ്യക്തിയാണ്, ഒരു മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് ഒരു ആ രൂപത്തിൽ നമ്മൾ കാണാം. പക്ഷേ യുഫ്ലി സൗബഹു, അദ്ദേഹം വസ്ത്രം എന്ത് ചെയ്യും? തുന്നും. വസ്ത്രത്തിന് കേടുപാടുകളൊക്കെ പറ്റിയാൽ തുന്നും. വയഹ്ലിബു ഷാതഹു, ആടിനെ കറക്കും. വയഖദിമു നഫ്സഹു, അതുപോലെ സ്വന്തം കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്വന്തമായിട്ട് പല കാര്യങ്ങളും ചെയ്യും. നമ്മളിപ്പോ ഒരാൾ പറയുന്നുണ്ടല്ലോ, ഇപ്പൊ ഇവിടെ ഇരിക്കാണ് വീട്ടിലുള്ള നാഥൻ, കുടുംബനാഥൻ എന്ന് പറഞ്ഞ വീട്ടിലെ പൂമുഖത്ത്, ഭാര്യ അടുക്കളയിലാണ്. അപ്പൊ ഇവിടെയുള്ള ആ സ്വിച്ച് ഒന്ന് ഓഫാക്കാൻ വേണ്ടിയിട്ട് ഈ സ്വിച്ച് ഒന്ന് ഓഫാക്കണേ എന്ന് അടുക്കളയിലുള്ള അവരോട് പറയാന്നൊക്കെ പറഞ്ഞ ആ രൂപത്തിലല്ല ഭാര്യ ഭർത്തൃ ബന്ധം. വയഖദിമു നഫ്സഹു, അത്യാവശ്യം സ്വന്തം കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. വഫി റിവായത്തിൻ യഖ്സിഫു നഅലഹു, പൊട്ടിയ ചെരുപ്പൊക്കെ തുന്നുക. അപ്പൊ ഈ രൂപത്തിലുള്ള വീട്ടുജോലികളൊക്കെ അല്ലാഹുവിന്റെ റസൂൽ ചെയ്യുമായിരുന്നു എന്ന. വീട്ടുജോലി ചെയ്യുമെന്ന് മാത്രമല്ല പ്രിയമുള്ളവരെ, ആരാധനാ കർമ്മങ്ങൾക്ക്, ഇബാദത്തുകൾക്ക് അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയതമയെ സഹായിച്ചിരുന്നു എന്നുള്ളതാണ്. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, സഹീഹുൽ ബുഖാരിയിൽ 512-ാമത്തെ വചനത്തിൽ കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി വഅന റാഖിദത്തുൻ മുഅ്തരിദത്തുൻ. റസൂലുള്ള രാത്രി എഴുന്നേൽക്കും നമസ്കരിക്കാൻ, ഞാൻ ഇങ്ങനെ കിടക്കുകയായിരുന്നു. അലാ ഫിറാശി, എന്റെ വിരിപ്പിൽ കിടക്കുകയായിരുന്നു. അങ്ങനെ ഫൈദാ അറാദ അൻ യുത്റഅയ്കബനി ഫഔതറത്, അങ്ങനെ എന്ത് ചെയ്യും? അദ്ദേഹം നമസ്കരിക്കുമ്പോൾ എന്നെയും വിളിക്കും, അങ്ങനെ ഞാനും വിത്ർ നമസ്കരിക്കും എന്നുള്ളതാണ്. ആലോചിക്കണം, സ്വന്തം ഭാര്യയെ ഇബാദത്തുകൾക്ക് അവൾ വേണമെങ്കിൽ നമസ്കരിക്കട്ടെ, അവളുടെ കാര്യം അവൾ നോക്കട്ടെ എന്നുള്ളതല്ല, അവളെയും നന്മക്ക് പ്രേരിപ്പിക്കുക. ആ രൂപത്തിലായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യാറുണ്ടായിരുന്നത് എന്ന. നിങ്ങൾ നോക്കൂ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ചില പ്രശ്നങ്ങള് അല്ലെങ്കിൽ നെഗറ്റീവ് ഇതൊക്കെ ഉണ്ടാകാം. വിശുദ്ധ ഖുർആന്റെ കൽപ്പന എന്താ? വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ അവരോട് നിങ്ങൾ കല്യാണം കഴിച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ വചനം ഉച്ചരിച്ചുകൊണ്ട് മഹർ കൊടുത്തുകൊണ്ട് നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെണ്ണുങ്ങളോട് നല്ല രൂപത്തിൽ നിലകൊള്ളണം. അതാണ് വിശുദ്ധ ഖുർആനിന്റെ കൽപ്പന. വഅശ്റുഹുന്ന ബിൽ മഅറൂഫ്, അല്ലാഹു തആല പറയാൻ. എന്നിട്ട് പറയുന്ന വചനം അടിവരയിടണം. സൂറത്തുൻ നിസാ 4-ാം അധ്യായം 19-ാമത്തെ സൂക്തമാണ്. ഫഇൻ കരിഹതുമൂഹുന്ന, നിങ്ങൾ അവരിൽ വല്ലതും വെറുക്കുന്ന വെറുപ്പുളവാക്കുന്ന കാര്യങ്ങൾ കണ്ടാൽ ഫഅസ അൻ തക്റഹു ശൈആ വയജഅലുല്ലാഹു ഫീ ഖൈറൻ കസീറാ, നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിലുണ്ടല്ലോ അല്ലാഹു തആല നന്മ നിശ്ചയിച്ചേക്കാമെന്ന. എന്തെങ്കിലും ഒരു കാര്യം കണ്ടേ ഉടനെ തന്നെ പൊട്ടിത്തെറിച്ച് കുളമാക്കാൻ നിൽക്കേണ്ടതില്ല, ക്ഷമ പാലിക്കുക. അതാണ് വിശുദ്ധ ഖുർആൻ നൽകുന്ന പാഠം. ഇനി ഭർത്താവോ
വിശുദ്ധ ഖുർആൻ പറഞ്ഞു വലഹുന്ന മിഥ്ലുല്ലദി അലൈഹിന്ന ബിൽ മഅറൂഫ് വലിർരിജാലി അലൈഹിന്ന ദറജ. അതായത് അവൾക്ക് അവകാശങ്ങളുണ്ട്, അവളുടെ മേൽ ബാധ്യതകളുള്ളത് പോലെ തന്നെ അവളുടെ മേൽ കടമകളുണ്ട്, കടപ്പാടുകളുണ്ട്, അതുപോലെ തന്നെ അവൾക്ക് അവകാശങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്നിട്ട് പറയാണ് വലിർരിജാലി അലൈഹിന്ന ദറജ, പുരുഷന്മാർക്ക് ഒരു ദറജ അധികമുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ബഹുമാനമൊക്കെ കൊടുത്തുകൊണ്ട് ആയിരിക്കണം സഹോദരിമാരെ നിലകൊള്ളേണ്ടത്. ക്ഷമ വളരെ അത്യാവശ്യമാണ് ഈ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അവൾക്കൊരു വിഷമുണ്ടായാൽ ആശ്വസിപ്പിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ നമുക്കറിയാം, ഹജ്ജിന് പോയ സംഭവം ഉണ്ടല്ലോ. ഹജ്ജിന് ഹജ്ജത്തുൽ വദാഇന് പോയല്ലോ. അങ്ങനെ ആളുകളൊക്കെ എന്ത് ചെയ്തു, മുത്തമത്തിയായിട്ട് ഇഹ്റാം ചെയ്യുന്ന ആളുകൾ അവര് തവാഫ് ചെയ്യുന്നു, സഅയ് ചെയ്യുന്നു, തഹല്ലുലാകുന്നു. ആ സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു തആല അവര് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ കടന്നു വന്നു. ആയിഷ നീ എന്തിനാണ് കരയുന്നത് എന്ന് ചോദിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല വളരെ സങ്കടത്തോടുകൂടെ സങ്കടം പൊട്ടിക്കൊണ്ട് പറയുകയാണ്, പ്രവാചകരെ ശഅനി അന്നീ ഖദ് ഹൽതു, എന്റെ കാര്യം എന്ന് പറയുന്നത് എനിക്ക് ആർത്തമുണ്ടായിരിക്കുകയാണ്. ജനങ്ങളാകട്ടെ ജനങ്ങളൊക്കെ ഉംറയിൽ നിന്ന് തഹല്ലുലായി, ഞാൻ തഹല്ലുലായിട്ടില്ല. വലം അതുഫ് ബിൽ ബൈത്ത്, ഞാനാകട്ടെ കഅബാലയം പ്രദക്ഷിണം ചെയ്തിട്ടില്ല. വന്നാസ് യദ്ഹബൂന ഇലൽ ഹജ്ജിൽ ആൻ, ജനങ്ങളൊക്കെ ഹജ്ജിന് പോകാൻ മിനായിലേക്ക് പോകുകയാണ്. ആ സന്ദർഭത്തില് തൊണ്ടയിടറിക്കൊണ്ട് സങ്കടം പൊട്ടി ആയിഷ റളിയല്ലാഹു തആല അൻഹ തന്റെ വിഷമം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആശ്വസിപ്പിക്കുന്നത് ഫഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഇന്നഹാ അംറുൻ കതബഹു അല്ലാഹു അലാ ബനാതി ആദം. ആയിഷ, അതിനാണോ നീ വിഷമിക്കുന്നത്? ഇത് ആദമിന്റെ സകല പെൺമക്കൾക്കും അല്ലാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു സംവിധാനമാണ്. ആ ആർത്തവം എന്ന് പറയുന്നത് അതുണ്ടാകുന്നതിന്റെ പേരിൽ, അതുണ്ടായതിന്റെ പേരിൽ നീ വിഷമിക്കേണ്ടതില്ല. നീ ഹജ്ജുമായി ബന്ധപ്പെട്ട തവാഫല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്തോ. ആയിഷ റളിയല്ലാഹു അൻഹയുടെ സങ്കടം പോയി, സന്തോഷമായി. അങ്ങനെയാണ് പ്രിയമുള്ളവരെ വിഷമഘട്ടത്തിൽ ആശ്വസിപ്പിക്കുക എന്നുള്ളത്. എത്ര സംഭവം. ഇപ്പോ ഈ ഹദീസുൽ ഇഫ്ക് ഉണ്ടല്ലോ, ആയിഷ റളിയല്ലാഹു തആല അൻഹക്ക് വന്നിട്ടുള്ള അപവാദാരോപണം. അപ്പോ ആ സന്ദർഭത്തിൽ പ്രവാചകന്റെ ഒരു വാക്കുണ്ട്, ഫവല്ലാഹി മാ അലിംതു അലാ അഹ്ലി ഇല്ലാ ഖൈറാ, എന്റെ കുടുംബത്തെ കുറിച്ച് നന്മയല്ലാതെ എനിക്കറിയില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ചാരിത്ര ശുദ്ധിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംശയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. ഭർത്താവിന് ഭാര്യയെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, ഭർത്താവിന്റെ മനസ്സിലുള്ള ഒരു ധാരണ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ, ഒരു നല്ല ഇണ എന്ന് പറയുന്നത് അത് വലിയ അനുഗ്രഹമാണ്, വലിയ നിഅമത്താണ് പ്രിയമുള്ളവരെ. ഖദീജ റളിയല്ലാഹു തആല അൻഹ എങ്ങനെയാണ് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിച്ചത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സഹീഹുൽ ബുഖാരിയിൽ 6982 വചനത്തിൽ കാണാം, പ്രവാചകൻ പേടിച്ച് വറച്ച് ഭയാശങ്കനായിക്കൊണ്ട് വന്നല്ലോ, പുതപ്പിട്ട് തരാൻ വേണ്ടി പറഞ്ഞല്ലോ. നമ്മളെപ്പോഴും കേൾക്കുന്നതാണ്. അതെന്താ സംഭവം? ആ സന്ദർഭത്തിൽ പറയാൻ, നിങ്ങൾ അങ്ങനെ വിഷമിക്കരുത്, പേടിക്കരുത്, സന്തോഷിക്കുക. അബ്ശിർ എന്ന് പറഞ്ഞ നിങ്ങൾ സന്തോഷിക്കൂ എന്നാ പറയുന്നത്. എന്നിട്ട് അല്ലാഹു തന്നെയാണ് സത്യം, പടച്ച റബ്ബ് നിങ്ങൾ ഒരിക്കലും അപമാനിക്കുകയില്ല. ഇന്നക ലതസിലുർ റഹിം. കണ്ടോ, വിഷമത്തിന്റെ ഘട്ടത്തില് ഒരുപാട് നന്മകൾ പറയാ, ചെയ്തു കൂട്ടിയ നന്മകൾ വിളിച്ചു പറയാ. നിങ്ങൾ കുടുംബ ബന്ധം പുലർത്തുന്നവനാണ്, വതസ്ദുഖുൽ ഹദീസ്, സത്യവർത്തമാനങ്ങൾ പറയുന്നവനാണ്, വതഹ്മിലുൽ കല്ല, നിരാലംബർക്ക് ആശ്വാസം നൽകുന്നവനാണ്, വതകരിൽ ലൈഫ്, അതിഥികളെ ആദരിക്കുന്നവനാണ്, വതുഈനു അലാ നവാഇബിൽ ഹഖ്, പ്രകൃതിക്ഷോഭങ്ങള് ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ സഹായഹസ്തങ്ങൾ നൽകുന്നവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഖദീജ റളിയല്ലാഹു തആല അവസാനിപ്പിച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈ പിടിച്ചുകൊണ്ട് വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോകുകയാണ്.
ഹദീസിലെ കാര്യങ്ങളാണ്. സുമ്മൻ തലഖത് ബിഹി ഖദീജത്തുൻ ഹത്താ അതത് ബിഹി വറഖത്ത് ബിൻ നൗഫൽ. കണ്ടോ, ആശ്വാസം നൽകുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഭയം പൂർണ്ണമായി മാറ്റാനുള്ള ശ്രമങ്ങളാണ്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞുകൊണ്ട് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, സൗഭാഗ്യം, ആ സൗഭാഗ്യത്തിന് മാനദണ്ഡങ്ങളായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണ് ആ കാര്യങ്ങള്? നാല് കാര്യങ്ങൾ. അത്രയേറെ. അൽ മർഅതു സ്വാലിഹ, ഒന്നാമതായിട്ട് ഒരു മനുഷ്യന് സൗഭാഗ്യം എന്ന് പറയുമ്പോ അദ്ദേഹത്തിന് സ്വാലിഹത്തായിട്ടുള്ള, സുഹൃതം ചെയ്യുന്ന, പുണ്യം ചെയ്യുന്ന ഒരു തുണയുണ്ടാകണം, ഒരു ഇണയുണ്ടാകണം, ഒരു സ്ത്രീ, ഒരു ഭാര്യ ഉണ്ടാകണം. അൽ മർഅതു സ്വാലിഹ വൽ മസ്കനുൽ വാസിഅ, അതുപോലെ വിശാലമായിട്ടുള്ള ഒരു വീട് വേണം. വിശാലമായ വീട് എന്ന് പറയുമ്പോ ഒരേ സ്ക്വയർ ഫീറ്റുള്ള വീട് എന്നുള്ളതല്ല, മറിച്ച് ആ വീടിനകത്ത് സന്തോഷവും സ്നേഹവും അതിന്റെ ആധിക്യമുള്ള, പരസ്പരം വിശ്വാസമുള്ള, പരസ്പരം ആദരവുള്ള അങ്ങനെയുള്ള ഒരു വീടായിരിക്കണം എന്നുള്ളതാണ്. വൽ ജാറു സ്വാലിഹ്, അതുപോലെ നല്ല അയൽവാസി ഉണ്ടാകണം. വൽ മർകബുൽ ഹനീഫ്, അതുപോലെ നല്ലൊരു ശാന്തമായ വാഹനം ഉണ്ടാകണം എന്നാണ്. ഇതാണ് ഒരു മനുഷ്യന്റെ സൗഭാഗ്യത്തിന്റെ ലക്ഷണങ്ങൾ എന്നാണ്. എന്നാൽ ഇത് മോശമായാലോ നിർഭാഗ്യമുണ്ടാകും എന്നുള്ളതാണ്. ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. മോശപ്പെട്ട ഭാര്യയാകട്ടെ, അതുപോലെ ചീത്ത അയൽവാസിയാകട്ടെ, അതുപോലെ തന്നെ വാഹനം മോശപ്പെട്ടത്, അതുപോലെ വൽ മസ്കനുൽ ലയ്യിഖ്, ഇടുങ്ങിയ വീട്. വീട്ടിലങ്ങോട്ട് ചെന്ന് കയറിയാൽ പിന്നെ ബഹളങ്ങളുടെ വെറും നെഗറ്റീവ് പറച്ചിലായി അങ്ങനെയുള്ള ഒരു വീട്, അതാണ് മസ്കനുൽ ലയ്യിഖ് എന്ന് പറയുന്നത്. അതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിർഭാഗ്യമായി എന്നുള്ളതാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൽ എല്ലാവരും മനസ്സിലായിക്കോളൂ, ചോദ്യങ്ങളുണ്ട് ക്ലാസ് കഴിഞ്ഞിട്ട്. വിശുദ്ധ ഖുർആനിന്റെ 9-ാം അധ്യായം സൂറത്തു തൗബ, അതിന്റെ 34-ാമത്തെ സൂക്തം, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيله. അതായത് അല്ലാഹു തആല പറയുകയാണ്, വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണ്ണവും വെള്ളിയും അതിങ്ങനെ കൂമ്പാരമാക്കിയിട്ട് നിക്ഷേപമാക്കി വെക്കുന്ന ആളുകൾ, റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവർ, അവർക്ക് വേദനയേറിയിട്ടുള്ള ശിക്ഷയുണ്ട് എന്നർത്ഥമുള്ള ഒരു ആയത്ത്. അതാണ് ആ വചനം. ഇത് അവതീർണമായപ്പോ സ്വഹാബത്ത് ചോദിച്ചു, എന്താ ചോദ്യം? നമ്മുടെ വിഷയവും ഈ ആയത്തും തമ്മിലുള്ള ബന്ധമെന്ന് മനസ്സിലാക്കണം. എന്താണ് സ്വഹാബത്ത് ചോദിക്കുന്നത്? പ്രവാചകരെ, അങ്ങനെയാണെങ്കിൽ സ്വർണവും വെള്ളിയും പിന്നെ ഞങ്ങൾ എന്ത് സമ്പത്താണ് സ്വരൂപിച്ചു വെക്കേണ്ടത്? അപ്പോ പ്രവാചകൻ പറഞ്ഞു, നിങ്ങളിൽ ഓരോ ആളുകളും സ്വീകരിക്കണം, അവർ സ്വരൂപിച്ചു വെക്കണം, നന്ദിയുള്ള മനസ്സ്, നന്ദിയുള്ള ഹൃദയമുണ്ടോ എനിക്കും നിങ്ങൾക്കും? അതാണ് നമ്മൾ സ്വരൂപിച്ചു വെക്കേണ്ടത്. റബ്ബിനെ ഓർക്കുന്ന നാവ്, സത്യവിശ്വാസിനിയായിട്ടുള്ള ഒരു സ്ത്രീ, ഒരു ഇണ, പരലോക വിജയത്തിന്, ഉഖറവിയായിട്ടുള്ള നേട്ടത്തിന് സഹായിക്കുന്ന സത്യവിശ്വാസിനിയായിട്ടുള്ള ഒരു സ്ത്രീ, ഇണ. ഇതൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നിങ്ങൾ സ്വരൂപിച്ചു വെക്കേണ്ടത് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഇമാം ഇബ്നു മാജ തന്റെ സുനനിൽ 1856-ാം വചനമായിട്ട് കൊടുക്കുകയാണ്. ബാബു അഫ്ളലുൻ നിസാ, ഏറ്റവും ഉത്തമരായിട്ടുള്ള സ്ത്രീകൾ എന്ന് പറയുന്ന അധ്യായത്തിലാണ് അത് കൊടുക്കുന്നത്. എന്താണ് ഏറ്റവും നല്ല ഉത്തമരായ സ്ത്രീ എന്ന് പറയുന്നത്? തന്റെ ഭർത്താവിനെ ഉഖറവിയായ പരലോകവുമായി ബന്ധപ്പെട്ട വിജയത്തിന് സഹായിക്കുന്ന സത്യവിശ്വാസിനിയായിട്ടുള്ള സ്ത്രീ. അങ്ങനെയുള്ളതാണോ എന്റെ ഭാര്യ, നിങ്ങളുടെ ഭാര്യ? എങ്കിൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പ്രിയമുള്ളവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ നോക്കൂ, നമ്മുടെ വായയിൽ നാവുണ്ട്, പല്ലുകളുണ്ട്. പലപ്പോഴും പല്ല് ഈ നാവിനെ കടിക്കുന്നു. പക്ഷേ എങ്കിലും സുഖസുന്ദരമായിട്ട് നാവും പല്ലുമൊക്കെ
അങ്ങനെ ഒരുമിച്ച് ജീവിക്കുകയാണ്. അതുപോലെ ചിലപ്പോഴൊക്കെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്ത് ആദരവോടുകൂടെ മുന്നോട്ട് പോകാൻ. ഈ കണ്ണുകൾ നിങ്ങൾ നോക്കൂ, ഒരു കണ്ണ് മറ്റേ കണ്ണിനെ കാണുന്നില്ല, പക്ഷേ രണ്ട് കണ്ണുകളും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ, മുന്നോട്ടുള്ള ജീവിതം നയിക്കാൻ. അതുപോലെ ഭാര്യയും ഭർത്താവും ഇണയും തുണയും എല്ലാവരും സ്നേഹത്തോടുകൂടെ പിന്നെ ജീവിക്കാൻ. എന്തെല്ലാം സംഭവങ്ങളാണ്. സമയദൈർഘ്യം ഭയന്നുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അവസാനമായി കൊണ്ട് പറയാനുള്ളത്, സഹോദരങ്ങളെ, നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്, നമ്മുടെ മക്കളെ നാളെ നരകത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. നമ്മുടെ ഇണയോ തുണയോ മാതാപിതാക്കളോ നരകത്തിൽ പോകുന്ന അവസ്ഥ ഉണ്ടായിക്കൂടാ. അവര് സ്വർഗത്തിന്റെ അഖിലകാരാവണം. അതിന് വീട്ടില് ഈമാനികമായ അന്തരീക്ഷം ഉണ്ടാകണം. അതിനു വേണ്ടിയുള്ള ഏർപ്പാടുകളാണ് ഇതുപോലെയുള്ള ക്ലാസുകൾ, ഖുർആൻ ലേണിംഗ് സ്കൂളുകൾ, പള്ളികൾ, അല്ലാഹുവിന്റെ കിതാബ്. സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിന്റെ 52-ാം അധ്യായം അതിന്റെ 21-ാമത്തെ സൂക്തം, വല്ലദീന ആമനൂ വത്തബഅതുഹും ദുർരിയതുഹും ബിഈമാനിൻ, ഈമാനോടുകൂടെ ജീവിക്കുന്നവർ, ആ അങ്ങനെയുള്ള സത്യവിശ്വാസികളുടെ മക്കളും ഈമാനോടുകൂടെ അവരെ പിൻപറ്റുകയാണ് എങ്കിൽ അൽഹഖ്നാ ബിഹിം ദുർരിയതഹും, അവരുടെ മക്കളെ അവരോടൊപ്പം നാം ചേർത്തു കൊടുക്കും. വമാ അലത്നാഹും മിൻ അമലിഹിം ഷൈഇൻ ഷൈ, അവരുടെ കർമ്മങ്ങളിൽ ഒട്ടും കുറവ് വരുത്തുകയില്ല എന്ന സ്വർഗ്ഗ പൂങ്കാവനത്തിലെ അങ്ങനെയുള്ള മാതാപിതാക്കളെയും മക്കളെയും ഒരുമിച്ച് ചേർക്കുമെന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഈ സൂക്തത്തിൽ പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല ആ രൂപത്തിലെ നല്ല കുടുംബമായി പടച്ചറബ് ഇഷ്ടപ്പെടുന്ന കുടുംബമായി നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ തെറ്റായ ചിന്താഗതികളിൽ നിന്നും മോശപ്പെട്ട കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാൻ അല്ലാഹു തആല നമുക്കും നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم وارحمنا إنك أنت أرحم الراحمين. صلى الله وسلم على نبينا محمد والحمد لله رب العالمين. സഹോദരങ്ങളെ,